celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ഇന്ത്യയുടെ മുൻ അംബാസിഡർ ബഹുമാനപ്പെട്ട TP ശ്രീനിവാസന്റെ ഡിപ്ലോമസി ലിബറേറ്റഡ് എന്ന പുസ്തകത്തിന്റെ ചർച്ചയും അദ്ദേഹത്തിന്റെ 80ാം പിറന്നാളും ന്യൂയോർക്കിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്ത് വെച്ച് ജൂലൈ 24-ന് ബുധനാഴ്ച വൈകുന്നേരം നടന്നു. ഡിപ്ലോമസി ലിബറേറ്റഡ് അദ്ദേഹത്തിന്റെ 11ാമത്തെ പുസ്തകമാണ്. അംബാസിഡർ ബിനോയ് ശ്രീകാന്ത് പ്രധാൻ സ്വാഗതം ആശംസിച്ചു. TP ശ്രീനിവാസൻ എന്ന ഡിപ്ലോമാറ്റിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ 37 വർഷത്തെ സേവനങ്ങളുടെ മികവിനെക്കുറിച്ചും സദസ്സിനെ പരിചയപ്പെടുത്തി. തുടർന്നുള്ള പ്രസംഗത്തിൽ അംബാസിഡർ എന്ന നിലയിൽ തന്റെ ജീവിത അനുഭവങ്ങളെ പങ്കിട്ടത് സദസ്സിന് കൗതുകമായി. ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അദ്ദേഹത്തിന് ഒരു നൊസ്റ്റാൾജിയാണെന്ന് സംഭാഷണമധ്യേ അനുസ്മരിച്ചു. പല രാജ്യങ്ങളിലും അംബാസിഡറായിരുന്ന കാലത്ത് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് വിലയേറിയ അനുഭവമായി സദസ്സിന്. യുണൈറ്റഡ് നേഷൻ രൂപീകരണത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെയും മോദി സർക്കാരിന്റെ സമീപനത്തെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. ശേഷം നടന്ന ചർച്ച പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചീഫ് കറസ്പോണ്ടന്റ് യോഷിത സിംഗ് നയിച്ചു. പല പ്രമുഖരും ചർച്ചയിൽ പങ്കെടുത്തു, ചോദ്യങ്ങൾ ചോദിച്ചു. അമേരിക്കൻ സമകാലീന രാഷ്ട്രീയത്തെക്കുറിച്ചും കമല ഹാരിസ് പ്രസിഡന്റായാൽ ഇന്ത്യയുമായി ഉണ്ടാവുന്ന ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉചിതമായി മറുപടി നൽകി. അത്താഴവിരുന്നിൽ കേക്ക് കട്ട് ചെയ്ത് TP ശ്രീനിവാസന്റെ 80ാം പിറന്നാൾ ആഘോഷിച്ചു. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നേർന്നുകൊണ്ട് പങ്കെടുത്തവർ അദ്ദേഹത്തിന് ജന്മദിനം ആശംസിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ശ്രീനാഥ് ശ്രീനിവാസൻ സദസ്സിന് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.